സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ മറൈൻ ഇൻഷുറൻസ് ആൻഡ് വാട്ട് ആർ ദ സബ്ജക്ട് മാറ്റേഴ്സ് ഓഫ് മറൈൻ ഇൻഷുറൻസ് ആൻഡ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മറൈൻ ഇൻഷുറൻസ്. അപ്പോൾ മറൈൻ ഇൻഷുറൻസിൻ്റെ എസ് എ ക്വസ്റ്റൻ ചോദിച്ചാൽ ഇത്രയും കാര്യം നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റും. സോ നമുക്ക് വേഗം തന്നെ ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കാം. സോ വാട്ട് ഈസ് മറൈൻ ഇൻഷുറൻസ്? ഇൻഷുറൻസ് ഓൺ ദ റിസ്ക് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് വൈറ്റൽ ഫോം ഓഫ് ഇൻഷുറൻസ്. നമ്മുടെ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പണ്ടേ തൊട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ് റിസ്ക് ഓൺ ട്രാൻസ്പോർട്ടേഷൻ, ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. Marine insurance cover the loss or damage of ship, cargo, terminal and any transport or cargo by which property is transport occurred or held between the point of origin and final destination. ആ ഒരു ഗുഡ്സ് ഒറിജിനിൽ നിന്ന് അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തണ വരെ ഉള്ള എല്ലാ ലോസും ഡാമേജും ഷിപ്പിൻ്റെ ആയിക്കോട്ടെ, കാർഗോ ഗുഡ്സ് കാർഗോൻ്റെ ആയിക്കോട്ടെ, ടെർമിനൽസിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏത് ട്രാൻസ്പോർട്ടേഷൻ വഴിയിലൂടെ ആയിക്കോട്ടെ, ആ ഒരു ഷിപ്പിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിൻ തൊട്ട് അതിൻ്റെ ഡെസ്റ്റിനേഷൻ വരെയുള്ള എല്ലാ റിസ്ക് എന്തുണ്ട് മറൈൻ ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നുണ്ട്. അടുത്തത്, മറൈൻ അഡ്വഞ്ചർ ഇൻക്ലൂഡ് എ സിറ്റുവേഷൻ വേർ എനി ഷിപ്പ്, ഗുഡ്സ് ഓർ അതർ മൂവബിൾ ആർ എക്സ്പോസ് ടു മാരിടൈം പെരിൽസ്. അപ്പോൾ മറൈൻ അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഷിപ്പും ഗുഡ്സും അതേപോലെ തന്നെ അതർ മൂവബിൾ എല്ലാ കാര്യങ്ങളും എന്താണ് മാരിടൈം പെരിൽസിലേക്ക് എക്സ്പോസ്ഡ് ആവാണ്. ഈ മാരിടൈം പെരിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ പറയുന്ന ഫയർ, ഈ കടലിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ ഷിപ്പിന് തീ പിടിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വാർ ഉണ്ടാവാം, പിന്നെന്താണ് ക്യാപ്ചേഴ്സ് ഉണ്ടാവാം, അപ്പോൾ വേറെ ആരും കട്ടുകൊണ്ട് പോകുന്ന സാധനങ്ങൾ, അപ്പോൾ അതെല്ലാം തടയാൻ വേണ്ടിയാണ് മറൈൻ ഇൻഷുറൻസ് മെയിനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത നോക്കാം, ദ പെരിൽ ഓഫ് ദ സീ റെഫർ ഓൺലി ടു ദ ഫോർച്യൂൺസ് ആക്സിഡൻറ്റ് ഓർ കാഷ്വൽ ഓഫ് ദ സീ ആൻഡ് ഡോട്ട് ഇൻക്ലൂഡ് ദ ഓർഡിനറി ആക്ഷൻ ഓഫ് വിൻഡ് ആൻഡ് വേവ്സ്. അപ്പോൾ ഈ പറയുന്ന പെരിൽസ് എന്ന് പറയുമ്പോൾ, പെരിൽസ് ഓഫ് ദ സീ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ സാധാ കാറ്റോ അല്ലെങ്കിൽ വേവ്സ് ഒന്നും ഇൻക്ലൂഡ് ആവില്ല. അവിടെ എന്തെന്നെ വേണം, അൺഫോർച്ചുനേറ്റ് അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെ അത്യാവശ്യമാണ്, എന്നാൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടുകയുള്ളൂ. ഇതിനടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് മറൈൻ ഇൻഷുറൻസിൻ്റെ സബ്ജക്ട് മാറ്റർ. മറൈൻ ഇൻഷുറൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെയാണ് ഹൾ ഇൻഷുറൻസ്, രണ്ടാമത്തെ കാർഗോ ഇൻഷുറൻസ്, മൂന്നാമത്തെ ഫ്രൈറ്റ് ഇൻഷുറൻസ്, നാലാമത്തെ ലയബിലിറ്റി ഇൻഷുറൻസ്. ഫസ്റ്റ് വൺ ആണ് ഹൾ ഇൻഷുറൻസ്. ഹൾ വെച്ച് എന്താണ്, നമ്മുടെ ഷിപ്പ് അല്ലെങ്കിൽ ബോട്ടിൻ്റെ വാട്ടർ ടൈറ്റ് ബോഡി, വെള്ളം കയറാത്ത ഭാഗങ്ങളെ നമ്മൾ ഹൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഹൾ ഇൻഷുറൻസ് എന്തൊക്കെ കവർ ചെയ്യുന്നത്, ഷിപ്പിൻ്റെ വെസൽ, ഈ വെസൽ വെച്ച് എന്താണ് ഷിപ്പിൻ്റെ ബോഡി പാർട്ട് ആൻഡ് വെസൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. വെസലും അതിൻ്റെ എക്യുപ്മെൻറ്റ്സും ഷിപ്പിലുണ്ടാവുന്ന ഫർണിച്ചറും ഫിറ്റിങ്സും മെഷീനറിയും ടൂൾസ് എല്ലാം തന്നെയാണ് ഹൾ ഇൻഷുറൻസിൽ കവർ ആവുന്നത്. അതേപോലെ തന്നെ ഈ ഹൾ ഇൻഷുറൻസ് മെയിനായിട്ട് എടുക്കുന്നത് ആരാണ്, ആ ഷിപ്പിൻ്റെ ഓണറാണ് ഹൾ ഇൻഷുറൻസ് എടുക്കുക. ആ ഇൻഷുറൻസിലൂടെ ആ ഷിപ്പിൻ്റെ വെസലും ഷിപ്പിൻ്റെ ബോഡി പാർട്സും അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ എന്താണ് ഈ സീൻ്റെ പെരിൽസിൽ നിന്ന് ഇൻഷുർഡ് ആണ്. സീൻ്റെ പെരിൽസ് എന്ന് വെച്ചാൽ എന്താണ്, വല്ല റോക്കിൽ തട്ടി പൊട്ടുകയോ അതല്ലെങ്കിൽ എന്താണ് ഷിപ്പ് ബേൺ ആവുകയോ ഷിപ്പ് മുങ്ങിപ്പോവുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഇൻഷുറൻസ് കവറേജ് ആരെടുക്കുന്നതാണ്, ഈ ഹൾ ഇൻഷുറൻസ് നോക്കിക്കോളും. അടുത്താണ് കാർഗോ ഇൻഷുറൻസ്. എന്താണ് കാർഗോ വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സ്, ആ ഷിപ്പിലുള്ള ഗുഡ്സ്. ഇഫ് ദ ഇൻഷുറൻസ് ഓഫ് കാർഗോ ഇസ് ദ വെസൽ, it covers loss or damage of cargo in vessel while it is in transit between the point of origin and final destination. അപ്പോൾ എന്താണ്, ഈ നമ്മുടെ വെസൽ, നമ്മുടെ ഷിപ്പിലെ കാർഗോയിനെ പ്രൊട്ടക്റ്റ് അല്ലെങ്കിൽ ഗുഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള കാർഗോ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാർഗോ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷിപ്പ്, നമ്മുടെ കാർഗോ ആ ഒറിജിൻ തൊട്ട് ഡെസ്റ്റിനേഷൻ എത്തുന്ന വരെ, ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും കവർ ആയിരുന്നായിരിക്കും. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ദ പേഴ്സണൽ ബിലോയിങ് ഓഫ് ദ ക്രൂ ആൻഡ് ദ പാസഞ്ചേഴ്സ്. ആ ഷിപ്പിലൂടെ പാസ് ചെയ്യുന്ന, ട്രാവൽ ചെയ്യുന്ന ക്രൂവിൻ്റെയും പാസഞ്ചേഴ്സിൻ്റെയും പേഴ്സണൽ ബിലോങ്ങിങ്സ് വരെ ഈ പറയുന്ന കാർഗോ ഇൻഷുറൻസ് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. ദ പ്രൈമറി ബെനിഫിറ്റ് ഓഫ് കാർഗോ ഇൻഷുറൻസ് ഈസ് ടു പ്രൊട്ടക്ട് ദ വാല്യൂ ഓഫ് കാർഗോ ഗുഡ്സ് ഓർ കമ്മോഡിറ്റീസ് ക്യാരിഡ് ഓൺ ദ ഷിപ്പ്. ഇവരുടെ മെയിൻ പ്രൈമറി ബെനിഫിറ്റ് എന്താണ്, ഈ കാർഗോ ഇൻഷുറൻസിലൂടെ ആ ഷിപ്പിലൂടെ ട്രാവൽ ചെയ്യുന്ന ഗുഡ്സും കമ്മോഡിറ്റീസിനെയും ഫുള്ളായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഈ കാർഗോ ഇൻഷുറൻസ് ഒന്നുമില്ലെങ്കിൽ സിംഗിൾ ഷിപ്മെൻറ്റ് എടുക്കാം, ഒരു ഷിപ്മെൻറ്റിന് മാത്രം, ഒരു പ്രാവശ്യം ഗുഡ്സ് കൊണ്ടുപോയി ഇറക്കുന്നതിന് മാത്രം എടുക്കാം. അല്ല നമുക്ക് വേണമെങ്കിൽ എന്തെടുക്കാം, ഓപ്പൺ കാർഗോ പോളിസി എടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ നമ്മൾ ഷിപ്മെൻറ്റ് നടത്തുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ ഇൻഷുറൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ആക്റ്റീവ് ആകും. അങ്ങനെയുള്ളൊരു പോളിസിയും കൂടി ഉണ്ട്. ഓക്കെ, അടുത്താണ് ഇനി ഫ്രൈറ്റ് ഇൻഷുറൻസ്. ഫ്രൈറ്റ് ഇൻഷുറൻസ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ദ ലോസ് ഓഫ് ഫ്രൈറ്റ്. ഫ്രൈറ്റ് ചാർജ് നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഫ്രൈറ്റ് ഇൻഷുറൻസ് എടുക്കുന്നത്.
if it indemnifies the owner of a ship for the loss of earning in the form of freight charge if the goods are damaged or lost and are not delivered to the destination. ഇപ്പോൾ ഷിപ്പിൽ കൂടെ നമ്മൾ ഗുഡ്സ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഷിപ്പിന് എന്ത് കിട്ടില്ല, ഫ്രൈറ്റ് ചാർജ് കിട്ടില്ല, ഈ കൊടുത്തതിൻ്റെ ചാർജ് കിട്ടില്ല, കാരണം അവർ കൃത്യമായിട്ട് ആ ഗുഡ്സ് എത്തിച്ചില്ല. ഇൻ മെനി കേസ് ദ ഓണർ ഓഫ് ഗുഡ്സ് ഇസ് ബൗണ്ട് ടു പേ ദ ഫ്രൈറ്റ് ചാർജ് ഓൺലി ഇഫ് ദ ഗുഡ്സ് ആർ സേഫ്ലി ഡെലിവേർഡ് ടു ദ പോർട്ട് ഓഫ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഈ ഗുഡ്സിൻ്റെ ഓണർ എപ്പോൾ മാത്രം ഷിപ്പിന് ഫ്രൈറ്റ് ചാർജ് അടച്ചാൽ മതി, എപ്പോഴാണ് ഈ ഷിപ്പ് കൃത്യമായിട്ട് ഈ ഗുഡ്സ് ഡെസ്റ്റിനേഷൻ എത്തിച്ചു അപ്പോൾ മാത്രം കാശ് അടച്ചാൽ മതി. ഇൻ സച്ച് കേസസ് ഇഫ് ദ കാർഗോ ഇസ് ഡാമേജ് ഓർ സ്റ്റോളൻ ദ ഷിപ്പിംഗ് കമ്പനി ലൂസ് ദ ഫ്രൈറ്റ്. അപ്പോൾ ഇൻ കേസ് ഈ കൊണ്ടുവന്ന സമയത്ത് കാർഗോ ഡാമേജ് ആവുകയോ അല്ലെങ്കിൽ അതിന് കട്ടുകൊണ്ട് പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഷിപ്പിംഗ് കമ്പനിക്ക് ഒന്നും തന്നെ കിട്ടില്ല. ഫ്രൈറ്റ് ഇൻഷുറൻസ് ഇസ് എ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സച്ച് റിസ്ക്. ഇങ്ങനെ റിസ്കിനെതിരെ പ്രൊട്ടക്ഷനാണ് ഈ ഫ്രൈറ്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ലാസ്റ്റ് വണ്ണാണ് ലയബിലിറ്റി ഇൻഷുറൻസ്. ലയബിലിറ്റി ഇൻഷുറൻസ് ഇൻഡിഫൈ ദ ഇൻഷുർഡ് അഗെയിൻസ്റ്റ് ദ ലോസ് അഗെയിൻസ്റ്റ് ഔട്ട് ഓഫ് ലയബിലിറ്റി ടു എ തേർഡ് പാർട്ടി. നമ്മുടെ ഷിപ്പ് വേറെ ഏതെങ്കിലും ഷിപ്പിന് പോയി ഇടിച്ച് തേർഡ് പാർട്ടിക്ക് എന്ത് നഷ്ടം വരികയാണെങ്കിൽ ആ നഷ്ടം നികത്താനാണ് ലയബിലിറ്റി ഇൻഷുറൻസ് വെച്ചിട്ടുള്ളത്. ഇറ്റ് പ്രൊവൈഡ് കോംപ്രഹെൻസീവ് ലയബിലിറ്റി ഇൻഷുറൻസ് ഫോർ പ്രോപ്പർട്ടി ഡാമേജ് ഓർ ബോഡി ഇൻജുർഡ് ടു തേർഡ് പാർട്ടി. തേർഡ് പാർട്ടിയുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി ഡാമേജ് ആവുകയോ അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും ബോഡി ഇഞ്ചുറി വരികയോ ചെയ്യുകയാണെങ്കിൽ അത് കവർ ചെയ്യാനുള്ള ഇൻഷുറൻസ് ആണ് ഈ ലയബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് മറൈൻ ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ മെയിനായിട്ട് 5 പോയിന്റ്സ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെയാണ് എ മറൈൻ ഇൻഷുറൻസ് പോളിസി മസ്റ്റ് ഫുൾഫിൽ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഒരു വാലിഡ് കോൺട്രാക്റ്റിന് എന്തൊക്കെയാണ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്ന് നമ്മൾ സെക്കൻഡ് സെമ്മിൽ BRP പഠിക്കേണ്ടത്, എന്താണ് ഒരു കോൺട്രാക്റ്റിൻ്റെ വാലിഡ് ഫീച്ചേഴ്സ് എന്നത്. അപ്പോൾ ആ എല്ലാ വാലിഡ് ഫീച്ചേഴ്സ് എന്തായിരിക്കണം, ഈ മറൈൻ ഇൻഷുറൻസിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ് ഒരു കോൺട്രാക്റ്റിൻ്റെ വാലിഡ് ഫീച്ചേഴ്സ്? ആ കോൺട്രാക്റ്റ് ഒരു ഓഫർ ഉണ്ടായിരിക്കണം, ആ ഓഫർ ആക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം, ആ ആക്സെപ്റ്റൻ്റ് ആളുണ്ടാവണം. അതേപോലെ തന്നെ ആ ഓഫറും ആക്സെപ്റ്റൻസ് തമ്മിലൊരു എഗ്രിമെൻറ്റ് വച്ചിരിക്കണം. പിന്നെ അവിടെ എന്താ ലോഫുൾ കൺസിഡറേഷൻ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ഥലം നിങ്ങൾക്ക് ഏത്തരാന്ന് പറഞ്ഞാൽ അത് തിരിച്ച് എനിക്ക് എന്ത് കിട്ടണം, അതിനുള്ള ലോഫുൾ കൺസിഡറേഷനുള്ള എമൗണ്ട് മണി കിട്ടണം, അതാണ് ലോഫുൾ കൺസിഡറേഷൻ, അത് ഉണ്ടായിരിക്കണം. പിന്നെ കോമ്പിറ്റൻറ്റ് പാർട്ടീസ് ആയിരിക്കണം, ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടീസ് കോമ്പിറ്റൻ്റ് ആയിരിക്കണം. വെച്ചാൽ മൈനർ ആവരുത്, അല്ലെങ്കിൽ ഇൻസോൾഡ് മൈൻഡ് ആവരുത്, അൺസോൾഡ് മൈൻഡ് ഇൻസോൾവെൻ്റ് ആവരുത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ നെക്സ്റ്റ് പോയിന്റ് ആണ് ദ ഇൻഷുർഡ് ഷുഡ് ഹാവ് ആൻ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ സബ്ജക്ട് മാറ്റർ ഓഫ് ഇൻഷുറൻസ് അറ്റ് ദ ടൈം വെൻ ദ ലോസ് ആക്ച്വലി ടേക്ക് പ്ലേസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്? അപ്പോൾ ഇൻഷുറൻസിൻ്റെ ആ ഒരു ലോസ് നടക്കുന്ന സമയത്ത് ആ ഇൻഷുറൻസ് എടുത്ത വ്യക്തിക്ക് ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റിനോട് എന്തായിരിക്കണം, ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം എന്താണ് ആർക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടുകയുള്ളൂ. അടുത്താണ് മറൈൻ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസ് ആ ഒരു പോളിസിയുടെ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. വേറെ നമ്മുടെ ഇൻഷുറൻസ് അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ഈ ഒരു കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, ആ ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല. അപ്പോൾ നമ്മൾ എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതാണ് മറൈൻ ഇൻഷുറൻസ് എ കോൺട്രാക്ട് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. അടുത്താണ് ദ പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ ആൻഡ് കോൺട്രിബ്യൂഷൻ ആർ ആപ്ലിക്കബിൾ ടു മറൈൻ ഇൻഷുറൻസ്. മറൈൻ ഇൻഷുറൻസിൽ സബ്രോഗേഷൻ്റെ പ്രിൻസിപ്പിളും അതേപോലെ തന്നെ കോൺട്രിബ്യൂഷൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ് ആപ്ലിക്കബിൾ ആണ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലോസ് മിനിമൈസേഷൻ ഈസ് ആപ്ലിക്കബിൾ ടു മറൈൻ ഇൻഷുറൻസ്. ഇറ്റ് മീൻസ് ദാറ്റ് ഇൻഷുർഡ് മസ്റ്റ് ടേക്ക് ദ ഓൾ റീസണബിൾ സ്റ്റെപ്പ് ടു റെഡ്യൂസ് ദ ലോസ്. അപ്പോൾ ലോസ് മിനിമൈസേഷൻ എന്ന പ്രിൻസിപ്പിൾ ഇവിടെ മറൈൻ ഇൻഷുറൻസിൽ ആപ്ലിക്കബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലോസ് നടക്കുന്ന സമയത്ത് നമ്മൾ റീസണബിൾ സ്റ്റെപ്സ് എടുത്തിരിക്കണം. ആ ഒരു ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും തന്നെ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്തിട്ടില്ല, ഇൻഷുറൻസ് കവറേജ് കിട്ടുകയില്ല. ഇത്രയും കാര്യങ്ങളാണ് മറൈൻ ഇൻഷുറൻസിൽ വരുന്നത്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻസ് ഓഫ് പോളിസി. അപ്പോൾ ഇവിടെ പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് നോക്കാൻ പോകുന്നത്. ആ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് ഓൺ ദ ബേസിസ് ഓഫ് ടെൻജർ ഓഫ് ദ പോളിസി, പോളിസിയുടെ ടൈം പീരീഡ് ടെൻജർ, പിന്നെ മോഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് പ്രീമിയം. ആ പ്രീമിയം നമ്മളിപ്പോൾ ഇൻഷുറൻസ് പോളിസി എടുത്തതിന് അതിൻ്റെ പ്രീമിയം പേ ചെയ്യേണ്ടേ, ആ പ്രീമിയം പേ ചെയ്യേണ്ട മോഡ് ഏതൊക്കെ ടൈപ്പിലേക്ക് നമ്മൾ പ്രീമിയം പേ ചെയ്യുക. പിന്നെന്താണ് പാർട്ടിസിപ്പേഷൻ ഇൻ പ്രോഫിറ്റ്. നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോഫിറ്റ് ഉണ്ട്, ആ പ്രോഫിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അതാണ് അത്. അടുത്ത നമ്പർ ഓഫ് ലൈഫ്സ് ഇൻഷുർഡ്. ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ എത്ര ആൾക്കാരുടെ ലൈഫിനാണ് നമ്മൾ ആ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. പിന്നെ മെത്തേഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ക്ലെയിം. ഇൻഷുറൻസ് കമ്പനി നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഇൻഷുറൻസ് പോളിസിയുടെ ക്ലെയിം അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തുക, തിരിച്ചു തരിക. ഇത്തരം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതിലൊന്നാമത്തെയാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ടെൻജർ ഓഫ് ദ പോളിസി. അതായത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഈ ടെൻജർ ഓഫ് ദ പോളിസി തന്നെ എഗെയിൻ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തതാണ് നമ്മുടെ ഓൾ ലൈഫ് പോളിസി, രണ്ടാമത്തത് ടേം ഇൻഷുറൻസ്, മൂന്നാമത്തെ എൻഡോമെന്റ് ഇൻഷുറൻസ് പോളിസി. പിന്നെ 3 ഏതൊക്കെയാണ്? ഓൾ ലൈഫ് പോളിസി ഉണ്ട്, ടേം ഇൻഷുറൻസ് ഉണ്ട്,
മൂന്നാമത്തെ എൻഡോമെന്റ് ഇൻഷുറൻസ് പോളിസി. ഈ മൂന്നിനും ഇനിയും സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെയാണ് ഓൾ ലൈഫ് പോളിസി. എന്താണ്, ആ ഒരു ഇൻഷുറൻസിൻ്റെ ഫുൾ ലൈഫിൽ എടുക്കുന്ന ഒരു പോളിസിയാണ് ഓൾ ലൈഫ് പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ എമൗണ്ട് എപ്പോൾ മാത്രമേ പേ ചെയ്യുള്ളൂ? ആ ഒരു ഇൻഷുർഡ് ആ വ്യക്തി എപ്പോൾ മരിക്കുന്നു അപ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ ബെനിഫിഷ്യറീസിനായിരിക്കും ഈ പേയ്മെൻറ്റ് പോവുക. ഒന്നില്ലെങ്കിൽ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മക്കൾക്കോ, അയാൾ ആരാണോ ബെനിഫിഷ്യറി വെച്ചിട്ടുള്ളത് അവരിലേക്കായിരിക്കും എന്ത് ചെയ്യുക, ഈ എമൗണ്ട് പാസ് ചെയ്യുക. അങ്ങനെ ഫുൾ ലൈഫിന് എടുക്കുന്നൊരു പോളിസിയാണ് ഓൾ ലൈഫ് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഓൾ ലൈഫ് പോളിസിൻ്റെ 4 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെയാണ് ഓർഡിനറി ലൈഫ് പോളിസി, രണ്ടാമത്തെ ലിമിറ്റഡ് പേയ്മെൻറ്റ് ഓൾ ലൈഫ് പോളിസി, മൂന്നാമത്തെ സിംഗിൾ പ്രീമിയം പേയ്മെൻറ്റ് പോളിസി, നാലാമത്തെ കൺവേർട്ടബിൾ ഓൾ ലൈഫ് പോളിസി. എന്താണ് ഓർഡിനറി ഓൾ ലൈഫ് പോളിസി? ദ പ്രീമിയം എമൗണ്ട് ഇസ് പേബിൾ പീരിയോഡിക്കലി ത്രൂ ഔട്ട് ദ എൻ്റയർ ലൈഫ് ഓഫ് ഇൻഷുറർ. ആ ഇൻഷുർഡ് ജീവിച്ചിരിക്കുന്ന ടൈം ഫുള്ളും അദ്ദേഹം പീരിയോഡിക്കലായിട്ട് ഒരു ടൈം പീരീഡ്, ഇപ്പോൾ മന്ത്ലിയോ അല്ലെങ്കിൽ ക്വാർട്ടർലിയോ ഹാഫ് ഇയർലിയോ ആയിട്ട് എന്ത് ചെയ്യും, പ്രീമിയം അടച്ചുകൊണ്ടേയിരിക്കും. അടുത്താണ് ലിമിറ്റഡ് പേയ്മെൻറ്റ് ഓൾ ലൈഫ് പോളിസി. ഇത് വെച്ചെന്താണ്, ഈ പ്രീമിയം എമൗണ്ട് ഇസ് പേബിൾ ഫോർ എ ലിമിറ്റഡ് പീരീഡ്. 25 കൊല്ലോ അല്ലെങ്കിൽ 30 കൊല്ലോ ഒക്കെ ആയിരിക്കും ഇവരെന്ത് ചെയ്യുക, ആ ഇൻഷുറൻസ് എമൗണ്ട് പേ ചെയ്യുക. മൂന്നാമത്തെയാണ് സിംഗിൾ പ്രീമിയം പേയ്മെൻറ്റ് പോളിസി. ദീസ് ആർ പോളിസി ഫോർ വിച്ച് എൻ്റയർ എമൗണ്ട് ഓഫ് പ്രീമിയം ഇസ് പെയ്ഡ് ഇൻ എ സിംഗിൾ ഇൻസ്റ്റാൾമെൻറ്റ്. നമ്മൾ ആ പ്രീമിയത്തിൻ്റെ ഫുൾ എമൗണ്ട് ഒറ്റൊരു ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു തീർക്കുകയാണെങ്കിൽ അതാണ് സിംഗിൾ പ്രീമിയം പേയ്മെൻറ്റ് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ നാലാമത്തെയാണ് കൺവേർട്ടബിൾ ഓൾ ലൈഫ് പോളിസി. ദീസ് ആർ പോളിസി ഇൻ വിച്ച് പോളിസി ഹോൾഡർ ഇസ് ഗിവൻ ഓപ്ഷൻ ടു കൺവേർട്ട് ഇൻ ടു എൻഡോമെൻറ്റ് പോളിസി ആഫ്റ്റർ എ സ്പെസിഫിക് ടൈം പീരീഡ്. ഈ ഹോൾ ലൈഫ് പോളിസിയിൽ കൺവേർട്ടബിൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾ ലൈഫ് പോളിസി നമുക്ക് എന്തൊക്കെ മാറ്റാൻ പറ്റും? ഒരു എൻഡോമെൻറ്റ് പോളിസി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഒരു സ്പെസിഫിക് ടൈം പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊരു എൻഡോമെൻറ്റ് പോളിസി ആയിട്ട് മാറ്റാൻ സാധിക്കും. നെക്സ്റ്റ് ആണ് ഇനി ടേം ഇൻഷുറൻസ്. അപ്പോൾ ഇത്രയാണ് ഓൾ ലൈഫിൽ വരുന്നത്. അടുത്ത ടൈപ്പാണ് ഇനി ടേം ഇൻഷുറൻസ്. എന്താണ് ടേം ഇൻഷുറൻസ്? ഇറ്റ് ഈസ് ഇൻഷുറൻസ് ടേക്കൺ ഫോർ എ പർട്ടിക്കുലർ പീരീഡ്. ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് എടുക്കുന്ന ഇൻഷുറൻസ് ആണ് ടേം ഇൻഷുറൻസ് വെച്ച് കഴിഞ്ഞാൽ. ഇഫ് ദ ഇൻഷുർഡ് ഡൈ ഡ്യൂറിംഗ് ദ ടേം ഓഫ് ദ ഇൻഷുറൻസ് പോളിസി ദ ക്ലെയിം ഇസ് പെയ്ഡ്. ആ ഒരു ടേം, ഇൻഷുറൻസ് പോളിസിയുടെ ടൈം പീരീഡിനുള്ളിൽ തന്നെ ഇൻഷുർഡ് മരിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ആ ക്ലെയിം കിട്ടുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 5 കൊല്ലത്തെ ഇൻഷുറൻസ് പോളിസി ആണെങ്കിൽ ആ 5 കൊല്ലത്തിനുള്ളിൽ തന്നെ ആ വ്യക്തി മരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അദ്ദേഹത്തിന് ആ ക്ലെയിം കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ക്ലെയിം കിട്ടുകയില്ല. ഈ ടേം ഇൻഷുറൻസ് 2 ടൈപ്പ് ഉണ്ട്. റിന്യൂവബിൾ ഉണ്ട്, അതേപോലെ കൺവേർട്ടബിൾ ഉണ്ട്. എന്താ റിന്യൂവബിൾ? നമുക്ക് അത് റിന്യൂ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 5 കൊല്ലത്തിനുള്ളിൽ ആ വ്യക്തി മരിച്ചില്ല എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ടേം ഇൻഷുറൻസ് ഒന്നുകൂടി റിന്യൂ ചെയ്യാം. ഒരു അഡീഷണൽ 2 കൊല്ലത്തേയും കൂടി വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 കൊല്ലത്തേക്ക് റിന്യൂ ചെയ്യാം. അങ്ങനെ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം, അഡീഷണൽ പീരീഡ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷേ നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച് പ്രീമിയം കൂടും. കാരണം നമുക്ക് ഏജ് കൂടുമ്പോൾ മരിക്കാനുള്ള ചാൻസ് കൂടുക, റിസ്ക് കൂടും. നമുക്ക് വയസ്സാകും തോറും നമുക്ക് അസുഖങ്ങൾ വരും, നമ്മൾ മരിക്കാനുള്ള ചാൻസ് കൂടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയത്തിൻ്റെ എമൗണ്ട് കൂടി ഇൻക്രീസ് ആവുകയാണ്. അതാണ് റിന്യൂവബിൾ ടേം ഇൻഷുറൻസിൻ്റെ പ്രത്യേകത. അടുത്താണ് കൺവേർട്ടബിൾ ടേം ഇൻഷുറൻസ്. ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോളിസി ഹോൾഡറിന് വേണമെങ്കിൽ ആ ടേം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ആ ഒരു ടേം ഇൻഷുറൻസിൻ്റെ ടൈം പീരീഡ് 5 years ആണ്. ആ 5 years ഞാൻ മരിച്ചില്ല എന്നാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? എൻ്റെ ആ ഒരു ടേം ഇൻഷുറൻസ് എനിക്കൊന്നില്ലെങ്കിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് ആയിട്ടോ, അല്ലെങ്കിൽ എൻഡോമെൻറ്റ് ഒരു ഓൾ ലൈഫ് ഇൻഷുറൻസ് ആയിട്ടോ, അല്ലെങ്കിൽ എൻഡോമെൻറ്റ് ലൈഫ് ഇൻഷുറൻസ് ആയിട്ടോ മാറ്റാൻ സാധിക്കും. അതാണ് ടേം ഇൻഷുറൻസിൽ വരുന്നത്. അടുത്താണ് ഇനി എൻഡോമെൻറ്റ് ഇൻഷുറൻസ് പോളിസി. എൻഡോമെൻറ്റ് ഇൻഷുറൻസ് പോളിസി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പോളിസി ദാറ്റ് പേ ദ അഷ്യൂർഡ് സം ഓൺ മെച്യൂരിറ്റി ഓഫ് ദ പോളിസി ഓർ അപ്പോൺ ദ ഡെത്ത് ഓഫ് ദ ഇൻഷുർഡ് വിച്ച് അവർ ഇസ് ഏർലിയർ. എൻഡോമെൻറ്റ് ഇൻഷുറൻസിലൂടെ നമുക്ക് എന്താ കിട്ടുക വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻഷുറൻസ് പോളിസിലൂടെ നമുക്ക് ഒന്നില്ലെങ്കിൽ ഷം അഷ്യൂർഡ് വെച്ചാൽ എന്താണ്, നമുക്ക് തരാമെന്ന് പറഞ്ഞ എമൗണ്ടോ ഒന്ന് മെച്യൂരിറ്റി, ആ പോളിസിയുടെ മെച്യൂരിറ്റി ടൈം ആകുമ്പോൾ 5 years ആണെങ്കിൽ 5 years ആകുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഒന്നില്ലെങ്കിൽ അതിൻ്റെ ഫേസ് വാല്യൂ കിട്ടും, അല്ലെങ്കിൽ ഞാൻ എപ്പോൾ മരിക്കുന്നു അപ്പോൾ എനിക്ക് അതിൻ്റെ ആ ഫേസ് വാല്യൂ കിട്ടുന്നതാണ്. മെച്യൂരിറ്റി പീരീഡിലോ അല്ലെങ്കിൽ ഞാൻ മരിക്കുമ്പോൾ ഏതാണ് ആദ്യം, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ കാശ് കിട്ടുന്നതാണ്. ഈ എൻഡോമെൻറ്റ് ഇൻഷുറൻസ് പോളിസി തന്നെ പല ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ ജോയിൻറ്റ് ലൈഫ് എൻഡോമെൻറ്റ് പോളിസി. ജോയിൻറ്റ് ലൈഫ് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ ലൈഫിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അതാണ് ജോയിൻറ്റ് ലൈഫ് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് മെയിൻ എടുക്കുന്നത് ഈ ഫേമിലെ പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ ജോയിൻറ്റ് ലൈഫ് ഇങ്ങനെ കമ്പനിയൊക്കെ ഒന്നിച്ച് തുടങ്ങുകയാണെങ്കിൽ പാർട്ണർഷിപ്പ് ഫോമൊക്കെ കൊടുക്കുമ്പോൾ അവരൊക്കെയായിരിക്കും കൂടുതൽ ഇങ്ങനെ ജോയിൻറ്റ് ലൈഫ് എടുക്കുക. ഇവിടെ ആരാണ് ആദ്യം മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഡെത്തിന് ഒന്ന് നമുക്ക് ആ ഡെത്ത് സമയത്ത് നമുക്ക് പേയ്മെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ രണ്ടുപേരും മരിച്ചില്ലെങ്കിൽ നമുക്ക് ആ പോളിസി എപ്പോഴാണോ മെച്യൂർഡ് ആവണോ ആ ടൈമിൽ നമുക്ക് ആ കാശ് കിട്ടുന്നതാണ്. അടുത്താണ് ഡബിൾ എൻഡോമെൻറ്റ് പോളിസി. സം അഷ്യൂർഡ് ടുഗദർ വിത്ത് അക്വേർഡ് ബോണസ് ഇസ് പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി. മെച്യൂരിറ്റി ടൈമിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഫേസ് വാല്യൂ മാത്രമല്ല, അതിൻ്റെ കൂടെ നമുക്ക് എന്ത് കിട്ടും? ബോണസ് കൂടി കിട്ടും. അല്ലെങ്കിൽ ഹൗവർ ഡെത്ത് സംഭവിക്കുകയാണ്, മെച്യൂരിറ്റി ടൈം മുമ്പ് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ ബേസിക് സമ്മിൻ്റെ ട്വൈസ്
ബേസിക് സമ്മിൻ്റെ 2 ഇരട്ടി കാശും എലോങ് വിത്ത് ബോണസും കൂടി നമുക്ക് കിട്ടും. അതാണ് ഡബിൾ എൻഡോമെൻറ്റ് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്താണ് ഫിക്സഡ് ടേം എൻഡോമെൻറ്റ് പോളിസി. ഫിക്സഡ് ടേം എൻഡോമെൻറ്റ് പോളിസി ആർ ദോസ് പോളിസി ഇൻ വിച്ച് സം അഷ്യൂർഡ് ഇസ് പേയബിൾ ഓൺലി അറ്റ് ദ എൻഡ് ഓഫ് ദ സ്പെസിഫിക് പീരീഡ്. പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡ് തീരുന്ന സമയത്ത് മാത്രം നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആ ഒരു പോളിസി കിട്ടുള്ളൂ. ദ പേയ്മെന്റ് പ്രീമിയം സീസ്ഡ് ഇഫ് ദ ഡെത്ത് ഓഫ് ദി ഇൻഷുർഡ് ഒക്കർഡ് ഏർലിയർ ദാൻ ദ മെച്യൂരിറ്റി പീരീഡ്. ഇപ്പം ഞാനാണ് ഇൻഷുറൻസ് അടച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന 5 കൊല്ലത്തേക്ക് വേണ്ടിയാണ്. അപ്പോൾ 5 കൊല്ലത്തിന് മുമ്പ് ഒരു 3 കൊല്ലമായപ്പോഴേക്കും ഞാൻ മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ പ്രീമിയം അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്നത് 5 കൊല്ലമാണല്ലോ. 5 കൊല്ലം ആയാൽ മാത്രമേ എനിക്കുണ്ട് ആ ഒരു എമൗണ്ട് കിട്ടുകയുള്ളൂ. എൻ്റെ ബെനിഫിഷ്യറി, എൻ്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കോ, അങ്ങനെ ആ വ്യക്തിയുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ ആ കാശ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ആ ഒരു 5 കൊല്ലം കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ പേയ്മെൻറ്റ് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം ആ പ്രീമിയം അടച്ച് കട്ടാവും. പിന്നീട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആ പ്രീമിയം പിന്നെ ആ ബാക്കി 2 കൊല്ലത്തേക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അതാണ് ഫിക്സഡ് ടേം എൻഡോമെൻറ്റ് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് മണി ബാക്ക് എൻഡോമെൻറ്റ് പോളിസി. അണ്ടർ ദിസ് പോളിസി എ ലംസം എമൗണ്ട് ഇസ് പെയ്ഡ് അറ്റ് പീരിയോഡിക് ഇൻ്റർവൽ ഡ്യൂറിംഗ് ദ ടെൻചർ ഓഫ് ദ പോളിസി. എന്നാണ് നമ്മൾ ആ ഒരു പോളിസിയുടെ ടൈം പീരീഡ് വരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, പീരിയോഡിക് ആയിട്ട് ഒരു ലംസം എമൗണ്ട് അടച്ചുകൊണ്ടിരിക്കും. ബട്ട് ഇഫ് ദ ഡെത്ത് ഓഫ് ദി ഇൻഷുർഡ് ഒക്കർ ഡ്യൂറിംഗ് ദ ടേം ഓഫ് ദ പോളിസി ദ ഫുൾ സം അഷ്യൂർഡ് ഇസ് പെയ്ഡ് ടു ദ ബെനിഫിഷ്യറി. ആ ഒരു ആ പോളിസിയുടെ ടേം പീരീഡിൽ ഇൻഷുർഡ് ആ വ്യക്തി മരിച്ചു പോവുകയാണെങ്കിൽ ബെനിഫിഷ്യറീസിന് എന്ത് കിട്ടും, ഭാര്യയ്ക്കോ മക്കൾക്കോ ആ ഫുൾ എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അതാണ് മാരേജ് എൻഡോമെൻറ്റ് ഓർ എഡ്യൂക്കേഷൻ അനിറ്റി പ്ലാൻ. എന്താണ്, ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പ്ലാൻ ഓൺ പാരൻസ് ലൈഫ് ഓർ ചൈൽഡ് ഇസ് ദ ബെനിഫിഷ്യറി. പാരൻസ് ലൈഫിലേക്കും ഇൻഷുറൻസ് പ്ലാൻ എടുക്കുക. ഇവിടെ ബെനിഫിഷ്യറി ആരാണ്, ചൈൽഡാണ്. പർപ്പസ് ഓഫ് ദിസ് പോളിസി ഇസ് ടു അറേഞ്ച് ചൈൽഡ് മാരേജ് ഓർ ഹയർ എഡ്യൂക്കേഷൻ. കുട്ടികളുടെ മാരേജിനോ അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷനോ വേണ്ടിയാണ് മെയിനായിട്ട് ഈ ഒരു ഇൻഷുറൻസ് എടുക്കുക. ദ പോളിസി ഹെൽപ് പാരൻസ് ടു ഫുൾഫിൽ ദർ ഒബ്ജക്റ്റീവ് ഓഫ് ചൈൽഡ് മാരേജ് ഓർ ഹയർ എഡ്യൂക്കേഷൻ ഈവൻ ഇഫ് ദേ ആർ നോട്ട് അലൈവ്. ഇപ്പോൾ ആ ഒരു പാരൻസ് മരിച്ചു പോയാലും ആ ഒരു ഏജ് ആകുമ്പോൾ 18 വയസ്സോ അല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ എഡ്യൂക്കേഷൻ പർപ്പസ് ആകുമ്പോഴേക്കും ഇൻഷുറൻസ് കമ്പനി സഹായിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ മാരേജ് പർപ്പസിന് അതിനുവേണ്ടിയും ഇൻഷുറൻസ് കമ്പനി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ടെൻജറിൻ്റെ കേസിൽ വരുന്നത്. അടുത്തത് മോഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് പ്രീമിയം അടയ്ക്കുന്നതിൻ്റെ ബേസിസിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനീനെ അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് സിംഗിൾ പ്രീമിയം പോളിസി ഉണ്ട്, ലെവൽ പ്രീമിയം പോളിസി ഉണ്ട്. സിംഗിൾ പ്രീമിയം വെച്ച് എന്താണ്, ആ ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ പേയ്മെൻറ്റ് നമ്മൾ ഒറ്റ ടൈമിൽ അടയ്ക്കും, 1 ടൈം ലംസം എമൗണ്ട് അടച്ചു തീർക്കും. അതാണ് സിംഗിൾ പ്രീമിയം പോളിസി. ലെവൽ പ്രീമിയം പോളിസി വെച്ച് എന്താണ്, നമ്മൾ ആ ഒരു ഇൻഷുറൻസ് കോൺട്രാക്ട് തീരുന്നവരെ നമ്മളിങ്ങനെ ഫിക്സഡ് ഇൻ്റർവെല്ലിൽ മന്ത്ലിയോ ക്വാർട്ടർലിയോ ഹാഫ് ഇയർലിയായിട്ട് ഇങ്ങനെ അടച്ചുകൊണ്ടേയിരിക്കും. അതാണ് ലെവൽ പ്രീമിയം പോളിസി എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്താണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പാർട്ടിസിപ്പേഷൻ ഓഫ് പ്രോഫിറ്റ്. ആ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോഫിറ്റ് എൻജോയ് ചെയ്യാൻ റൈറ്റ് ഉണ്ടോ ഇല്ലയോ. അപ്പോൾ വിത്ത് പ്രോഫിറ്റ് പോളിസി ഉണ്ട്, വിത്തൗട്ട് പ്രോഫിറ്റ് പോളിസി ഉണ്ട്. വിത്ത് പ്രോഫിറ്റ് പോളിസി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എമൗണ്ട് ഒപ്പം തന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഷെയറും കൂടി ബോണസ് പോലെ കിട്ടുന്നതായിരിക്കും. വിത്തൗട്ട് പ്രോഫിറ്റ് പോളിസി ആണെങ്കിൽ അദ്ദേഹത്തിന് ആ യഥാർത്ഥ വില മാത്രമേ കിട്ടുള്ളൂ, ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോഫിറ്റിലൊന്നും ഷെയർ കിട്ടില്ല, അല്ല ബോണസ് അത് കിട്ടുകയില്ല. അടുത്താണ് നമ്പർ ഓഫ് ലൈഫ്സ് ഇൻഷുർഡ്. നമ്മുടെ ഇൻഷുറൻസ് പോളിസിയിൽ എത്ര പേരുടെ ലൈഫ് ഇൻഷുർ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ലൈഫ് ഉണ്ട്, മൾട്ടിപ്പിൾ ലൈഫ് ഉണ്ട്. സിംഗിൾ ലൈഫ് വെച്ച് എന്താണ്, ഒരു വ്യക്തിയുടെ ലൈഫിൽ മാത്രമായിരിക്കും ആ ഇൻഷുറൻസ് എടുത്തുണ്ടാവുക. ആ വ്യക്തി മരിക്കുമ്പോൾ ഇൻഷുറൻസ് പോളിസി ആ എമൗണ്ട് കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ ആ എമൗണ്ട് കൊടുക്കുന്നതായിരിക്കും. മൾട്ടിപ്പിൾ ലൈഫ് വെച്ച് എന്താണ്, ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ പേരിലേക്ക് നമ്മൾ ഇൻഷുറൻസ്, ഫോർ എക്സാമ്പിൾ ഫാമിലി ഇൻഷുറൻസ് ഒക്കെ എടുക്കും. അച്ഛനമ്മ മക്കൾ ഇത്രയും പേരുടെ പേരിൽ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടോ. ഇതിൽ ആദ്യം മരിക്കുന്നു, അപ്പോൾ തന്നെ ആ എമൗണ്ട് കിട്ടുന്നതായിരിക്കും. പിന്നീടുള്ള ബാക്കിയുള്ള ആൾക്കാരുടെ ലൈഫിൽ ഇൻഷുറൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ 4 പേരാണെങ്കിൽ ഫസ്റ്റ് ആൾ മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള 3 പേർക്ക് പിന്നെ ലൈഫ് ഇൻഷുറൻസ് ഇല്ല, ആ ഒരു എമൗണ്ട് കിട്ടുക മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ആൾ മരിച്ചതിൻ്റെ ആ ഇൻഷുറൻസ് പോളിസിയുടെ എമൗണ്ട് കിട്ടും, ബാക്കി 3 പേർക്ക് ഇനി ലൈഫ് ഇൻഷുറൻസ് ഉണ്ടാവുകയില്ല. അതാണ് ഓൺ ബേസിസ് ഓഫ് ലൈഫ് ഓഫ് മെമ്പേഴ്സ്, നമ്പർ ഓഫ് മെമ്പേഴ്സ്. അടുത്തത് ഓൺ ദി ബേസിസ് ഓഫ് മെത്തേഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ക്ലെയിം തിരിച്ചടയ്ക്കുക. ഇൻഷുറൻസ് കമ്പനി നമുക്ക് തിരിച്ച് ക്ലെയിം തരണേൻ്റെ ബേസിസിലുള്ള ഒരു ഇതാണ് മെത്തേഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ക്ലെയിം എന്ന് പറഞ്ഞിട്ടുള്ളത്. 2 ടൈപ്പ് ഉണ്ട്, ലംസം പോളിസി ഉണ്ട്, ഇൻസ്റ്റാൾമെൻറ്റ് പോളിസി ഉണ്ട്. ലംസം വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ആ ഒരു പോളിസി മെച്യൂർഡ് ആകുമ്പോൾ ആ ടൈമിൽ നമുക്ക് ലംസമായിട്ട് ആ എമൗണ്ട് തരും. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് പോളിസി വെച്ച് എന്താണ്, നമുക്ക് റെഗുലർ ഇൻകം പോലെ നമുക്ക് തന്നുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ വയസ്സായ ആളാണെങ്കിൽ പെൻഷൻ പോലെ അവരെന്ത് ചെയ്യും, ആ എമൗണ്ട് അടച്ചു തീർക്കും. അല്ലാതെ ഫുള്ള് കൊടുക്കാണ്ട് പെൻഷൻ പോലെ അവർക്ക് മാസം ആവശ്യം അനുസരിച്ച് ക്യാഷ് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും. എന്നാണ് ഇൻസ്റ്റാൾമെൻറ്റ് പോളിസി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്. ഇത് മെയിനായിട്ട് 50 മാർക്ക് വയ്ക്കാറുണ്ട്. അതേപോലെ തന്നെ 5 മാർക്കായിട്ട് ഏതൊരു സെക്ഷൻ എപ്പോഴും വയ്ക്കാറുള്ളത് ടെൻജർ തന്നെയാണ്. ടെൻജർ പോളിസിയിലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്, അത് രീതിയിൽ ഓർമ്മ ചോദിക്കാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് തന്നെ ചോദിക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്.